ഹലോ CSEB ആസ്പിരൻസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ CSEB എക്സാമിന് 20 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 20 ഡേയ്സ് റിവിഷൻ ടൈം ടേബിളാണ് ഇതിലുള്ളത്. സെപ്റ്റംബർ മാസം അതുപോലെ തന്നെ ഒക്ടോബർ മാസം കൂടി നമുക്ക് ആകെ 20 ദിവസമേ ഇനി ബാക്കി വരുന്നുള്ളൂ. അപ്പം സെപ്റ്റംബർ 22-ന് ബാങ്കിങ് പ്ലസ് ഒരു PYQ, 23-ന് ബാങ്കിങ് പ്ലസ് ഒരു PYQ, 24-ന് കോപ്പറേഷൻ പ്ലസ് ഒരു PYQ, 25-ന് കോപ്പറേഷൻ പ്ലസ് PYQ, 26-ന് 27, 28 ഇത് മുഴുവൻ ലോ പ്ലസ് PYQ. ലോക്ക് ഒരുപാട് ടൈമിങ് എടുക്കുന്നുണ്ട്. 29-ന് അക്കൗണ്ടിങ്, 30-ന് അക്കൗണ്ടിങ്, PYQ ഇതിലൂടെ നോക്കുക. അതൊരു ഒക്ടോബർ മാസം 1-ാം തീയതി ഇംഗ്ലീഷും അതുപോലെ തന്നെ PYQ, 2-ാം തീയതി ഇംഗ്ലീഷും PYQ, 3, 4, 5 എനിക്ക് റീസണിങ് ടഫായതുകൊണ്ട് ഞാൻ റീസണിങ് അത് മാത്സ് ഭാഗം പ്ലസ് PYQ. ഇനി 6, 7, 8 അത് GK, 8, 9 CA പ്ലസ് PYQ, 10-ന് PYQ, പിന്നെ 11-ന് കംപ്ലീറ്റ് റിവിഷനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സബ്ജക്റ്റ് മിനിമം 2 ദിവസമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരോ ദിവസം കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് വെച്ചുകൊണ്ട് അന്നത്തെ ആ ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം റിവൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ PYQന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാനുള്ള ചാൻസ് ഉള്ളതിനാൽ മിനിമം ഒരു ദിവസം ഒരു PYQ എങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമെങ്കിൽ OMR ഷീറ്റ് എടുത്തിട്ട് അതിൽ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതെനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഓരോരുത്തർക്കും ഓരോരോ ഡിഫറെൻ്റ് ആയിരിക്കും സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കി ചെയ്യുക. ലോക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കൊണ്ട് തന്നെ ലോ കുറച്ചുകൂടി ദിവസങ്ങൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമുകളിൽ അധികം ടെൻഷൻ കൊടുക്കാതെ മാക്സിമം PYQ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. PYQയിൽ നമ്മൾ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും തീർച്ചയായിട്ടും ഒരു 3-4-5 ക്വസ്റ്റ്യൻ കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് PYQ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഈ ഒരു 20 ഡേയ്സ് എങ്കിലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ജോലിയിലേക്ക് എത്താൻ എന്തായാലും എല്ലാവർക്കും സാധിക്കും.